അള്ളാഹുവിൻ്റെ റസൂല് പറയാണ്, മൻ ഖബ്ബബ. ഖബ്ബബ എന്ന് പറഞ്ഞാൽ വെടക്കാക്കി തനിക്കാക്കുക എന്നൊരു പ്രയോഗമുണ്ട് നമ്മുടെ നാട്ടിൽ. ഒരാളെക്കുറിച്ച് ദുഷിച്ച് പറയുക, ഒരാളെ കുഴപ്പത്തിലകപ്പെടുത്തുക. ഇതിവിടെ ആരെന്നെ കുഴപ്പത്തിലകപ്പെടുത്തുന്നത്? ആരെങ്കിലും കുഴപ്പത്തിലാക്കിയാൽ സൗജത്തംരിഇൻ, ഒരാളുടെ ഭാര്യയെ, മറ്റൊരാളുടെ ഭാര്യയെ വേറൊരാൾ പോയിട്ട് എന്ത് ചെയ്യാണ്? കുഴപ്പത്തിലകപ്പെടുത്തുക. അത് വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നു, ഉദാഹരണമായിട്ട് ഇന്ന് ചില കൗൺസിലർമാർ ചെയ്യുന്ന ചില പണികളുണ്ട്. എല്ലാ കൗൺസിലർമാരും അല്ല, കൗൺസിലിങ്ങിനൊക്കെ വിധേയമാക്കുന്ന കുടുംബ കേസുകൾ വരും. കുടുംബ കേസ് പറയുന്നത് ആരെക്കുറിച്ചാണ്? ഭർത്താവിനെ കുറിച്ച്. വന്ന് പരാതി പറയുന്നോള് ചിലപ്പോൾ നല്ല സുന്ദരിയായിരിക്കും, സൗന്ദര്യം ഉണ്ടാകും, അല്ലെങ്കിൽ അവരുടെ കുടുംബജീവിതമൊക്കെ അവരത് പരാതി പെണ്ണ് പറയുമ്പോഴേക്ക് തന്നെ എന്ത് പറയും? അല്ലെങ്കിൽ അന്നെപ്പോലൊക്കെ ഒരു സുന്ദരിയായ പെണ്ണ് അച്ഛനായിയുടെ കൂടെ ജീവിക്കുന്നതിലാണ് എനിക്ക് വലിയ അത്ഭുതം. കഴിഞ്ഞില്ലേ? ഫസാദായില്ലേ? അല്ലെങ്കിൽ അനക്കയാൾ എത്ര ചെലവിനേറിന്, അല്ലെങ്കിൽ അയാൾ നിന്നെ എവിടെ താമസിപ്പിക്കുന്നത്, അതിനേക്കാണ് മുന്തിയ ഫ്ലാറ്റും വീടും എനിക്ക് എടുത്തു തരാൻ പറ്റും. അല്ലെങ്കിൽ വേറുള്ള ആളുകൾക്ക് നിങ്ങൾ വേറെ വിവാഹത്തിലേക്ക് പോയാൽ ഇതിനേക്കാളൊക്കെ സൗകര്യം നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു ദമ്പതികൾക്കിടയിലുള്ള പിണക്കത്തെ മൂർച്ഛിപ്പിച്ച് ഒരാളെയും അയാളുടെ ഭാര്യയെയും തമ്മിൽ തെറ്റിപ്പിക്കുന്ന വിധത്തിൽ ആരെങ്കിലും ആരുടെയെങ്കിലും ഭാര്യയെ ദുഷിപ്പിച്ചാൽ, ഫസാദിലാക്കിയാൽ, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇവിടെ അയാൾ തലാക്കിയല്ല, നിന്നെ ഞാൻ കെട്ടിക്കോളാം, അല്ലെങ്കിൽ ഞാൻ കെട്ടിയില്ലെങ്കിൽ വേറെ എത്ര ആൾ കെട്ടാണ്ടാവും, ഏതായാലും അയാളായിട്ട് പിരിഞ്ഞോ, തലാക്ക് ആവശ്യപ്പെട്ടള, എത്ര വെച്ചിട്ട് അങ്ങനെ സഹിക്കുക? ഇത്ര കാലമായി നിങ്ങളെപ്പോലത്തെ ആൾക്കാരൊക്കെ ഇപ്പോൾ എത്ര ബുദ്ധിമുട്ടണമെന്നുണ്ടോ? ആ പെണ്ണിൻ്റെ മനസ്സ് ഫസാദാക്കി. ഒന്നുകിൽ അയാൾക്ക് ചില നേട്ടങ്ങൾ ഉദ്ദേശമുണ്ട്, ചില ഗൂഢമായ ലക്ഷ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ആ കുടുംബത്തോട് അസൂയയുണ്ട്, ഏതോ ആവട്ടെ. നീ കൗൺസിലർ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. അതൊന്നും അല്ലാതെ തന്നെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അതിലിങ്ങനെ മണ്ണെണ്ണ ഒഴിക്കുക. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റാണ്. അപ്പോൾ ഭാര്യയുടെ എങ്ങനെയെങ്കിലുമൊക്കെ ഭാര്യയുമായി കണക്ഷൻ സ്ഥാപിച്ചിട്ട് അയാളെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞ് ആ പെണ്ണിൻ്റെ കൽബ് ഫസാദാക്കുക. ഇപ്പണി ആരെങ്കിലും ചെയ്താൽ, അതാണ് ആ പറയുന്നത്, മൻ ഖബ്ബബ സൗജതംരിഇൻ, ആരെങ്കിലും ആരുടെയെങ്കിലും ഭാര്യയെ ഫസാദാക്കിയാൽ. ഫസാദാക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ വ്യഭിചാരമൊന്നുമല്ല കേട്ടോ, അതൊന്നുമല്ല പറയുന്നത്. വെറുതെ ഫിത്ന പറഞ്ഞു കൊടുക്കുക. ഫിത്ന പറഞ്ഞിട്ട് അങ്ങനെ തമ്മിൽ തെറ്റിക്കുക. ഇന്ന് പ്രവാസ ലോകത്തൊക്കെ ഏറ്റവും നടക്കുന്നൊരു സംഗതിയാണത്. ഭാര്യ നാട്ടിലാണ്, ഭർത്താവ് ഇവിടെയാണ്. ആരെങ്കിലും എന്തെങ്കിലും ഒരു ഫോൺ ചെയ്ത് പറയുമ്പോഴേക്ക്, ഒരു മെസ്സേജ് അയക്കുമ്പോഴേക്ക് നമ്മുടെ കൂടെ ജീവിതകാലം മുഴുവൻ ജീവിക്കാമെന്ന് കരാറെടുത്തിട്ടുള്ള നമ്മുടെ ഇടയെ നമ്മൾ തെറ്റിദ്ധരിക്കുക. എന്നിട്ട് അതിൻ്റെ വലുതാവുക, അത് പ്രശ്നവൽക്കരിക്കപ്പെടുക, അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥ വരിക, പിന്നെ അതിങ്ങനെ രൂക്ഷമാവുക, അവസാനം തലാക്കിലെത്തും. ഒക്കെ എന്താ പ്രശ്നം? ഒരു ചെറിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കി. ഇങ്ങനെ ആരെങ്കിലും ഒരുത്തൻ്റെ ഭാര്യയുടെ മനസ്സ് ആ നിലക്ക് ഫസാദാക്കുകയാണെങ്കിൽ, ഇനി ഭാര്യയാവണമെന്നില്ല, ഔ മംലൂക്കഹു, അല്ലെങ്കിൽ ഒരാളുടെ കീഴിലുള്ള അടിമ. അന്ന് അടിമകളുണ്ട്. മംലൂക്ക്, ഉടമപ്പെടുത്തപ്പെട്ടവൻ. വഫീ റിവായത്തിൻ, ചില റിപ്പോർട്ടുകളിൽ നമുക്ക് മറ്റു ചില ഹദീസുകളിൽ കാണാം ഖാദിമഹ എന്നും കാണാൻ പറ്റും. ഖാദിമഹു, അല്ലെങ്കിൽ ഒരു വിശ്വാസിയായ മനുഷ്യൻ്റെ ഒരാളുടെ ഖാദിമിനെ, ഒരു സെർവൻ്റ് ആളെ വീട്ടിൽ നിൽക്കുന്നുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒരു സെർവൻറ്റിനെ കിട്ടിയതാണ്. വേറൊരുത്തം പോയി ഇങ്ങാണ്ട്, എനിക്ക് ഇവിടെ അയാൾ എത്ര തരുന്നത്, മാസം എത്ര തരുന്നത്, എന്തെങ്കിലൊക്കെ എന്ത് പെടലായി പൊട്ടിക്കണത്, എൻ്റെ പരിക്ക് പോര്, ഞാൻ എനിക്ക് എത്ര തരാം. അല്ലെങ്കിൽ ഒരു സ്പോൺസറുടെ കീഴിൽ ഒരാൾ ജോലിക്ക് വന്നിട്ടുണ്ട്, ആ ജോലിക്ക് വന്ന ലേബറെ സമീപിക്കുക, എന്നിട്ട് അയാളോട് പറയാം, എനിക്ക് എത്ര അയാൾ ശമ്പളം തരുന്നത്, എന്ത് തന്നെ പറഞ്ഞാൽ നിന്നെ കൊണ്ടുവന്ന് ഈ പറ്റിക്കപ്പെട്ടിക്കണം കേട്ടോ, നിനക്ക് ഞാൻ അയാളെ വിസ ക്യാൻസലാക്കി തരാൻ പറയാന്ന്, കയറ്റി വിട്ടോളാൻ പറയാം അയാളോട്. ക്യാൻസലേഷൻ ചോദിച്ചോക്ക്, ക്യാൻസൽ അടിച്ച് പോയിക്കോ, ഈ നാട്ടിലേക്ക് പോയിക്കോ, നിന്നെ ഞാൻ കൊണ്ടുവരാം, അതിനേക്കാണ് വലിയ ശമ്പളത്തിന് കൊണ്ടുവരാം. അയാളുടെ ഉദ്ദേശം എന്താ വെച്ചാൽ മറ്റോൻ്റെ അടുത്തുനിന്ന് ഈ ലേബറാണ് പോകണം, അവനോടുള്ള അസൂയയും അവനോടുള്ള പകയും തീർക്കാനാണ്. അല്ലാതെ ഈ ലേബർക്ക് കുടുംബത്തിൽ നല്ല ആശ്വാസം ഉണ്ടാവാൻ വേണ്ടി ഇയാൾക്ക് ഹൈറുണ്ടാക്കാനൊന്നുമല്ല. മറ്റവനോടുള്ള ദേഷ്യം തീർക്കുകയാണ്. മറ്റുള്ളവനെ, ഇവൻ്റെ വീട്ടിൽ നിൽക്കുന്ന ഹാദിമാണെങ്കിലും ലേബറാണെങ്കിലും വേറൊരാളാണെങ്കിലും കടയിൽ നിൽക്കുന്ന സെയിൽസ്മാൻ ആണെങ്കിലും ആരാവട്ടെ, ഒരാളുടെ മനസ്സ് പോയി ഫസാദാക്കുകയാണ്, ഓണിയും കെണിയും പറഞ്ഞിട്ട് ഫസാദാക്കുകയാണ്. ഉദ്ദേശത്രയേ ഉള്ളൂ, മറ്റവൻ്റെതില്ലാതാവണം. ഈ വിധത്തിൽ ആരെങ്കിലും മറ്റൊരാളെ ആ വിധത്തിൽ പ്രേരണകൾ ചെലുത്തിയാലും എന്താ പറഞ്ഞത്? ഫലൈസ മിന്ന. ഒക്കെ അതിലൊക്കെ നടക്കണ എന്താ? ഋഷും ഹിദാവും നടക്കുന്നു, നമ്മിൽപ്പെട്ടവനല്ല, അവരും നമ്മിൽപ്പെട്ടവനല്ല എന്ന് ഗൗരവത്തോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക.